മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലത്തിലെ 4-ാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പഴയ നിയമ വായനകളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ ലോത്തിൻ്റെ ഭവനത്തിൽ അതിഥികളായി വന്ന 2 ദൂതന്മാരെ തങ്ങളുടെ സുഖഭോഗങ്ങൾക്കായി വിട്ടുതരുവാൻ ആവശ്യപ്പെടുന്ന സോദോം നിവാസികളെയാണ് നാം കാണുന്നത്. 2-ാം വായനയായ സാമുവേലിൻ്റെ പുസ്തകത്തിൽ സ്വാർത്ഥമായ രീതിയിൽ ബത്ശബയെ സ്വന്തമാക്കിയ ദാവീദ് രാജാവിന് ദൈവം കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വിശുദ്ധ പൗലോസ്ലിഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള ഭാഗത്ത് വിശ്വസ്തനായ ഭൃത്യനായിരിക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുതെന്നും എല്ലാവരോടും സൗമ്യതയോടെ പെരുമാറണമെന്നും അതോടൊപ്പം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെന്നും സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള ഭാഗങ്ങളാണ്. ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ബന്ധങ്ങളുടെ വിശ്വാസ്യതയും കുറിച്ച് വചനം സംസാരിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഒരു ഗഹനമായ ആത്മപരിശോധനയിലേക്ക് നയിക്കുന്നു. പുറത്തുനിന്നുള്ള പാപങ്ങളെക്കാൾ കൂടുതലായി മനസ്സിൻ്റെ അകത്തളങ്ങളിലെ നിലപാടുകളെയാണ് യേശു ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. യേശു ഇവിടെ നിയമത്തെ അസാധുവാക്കുകയല്ല, മറിച്ച് അതിനെ പൂർണ്ണതയിലേക്ക് ഉയർത്തുകയാണ്. സുവിശേഷം നൽകുന്ന 1-ാമത്തെ ചിന്ത ഇപ്രകാരമാണ്: പാപം ആരംഭിക്കുന്നത് പ്രവൃത്തിയിലല്ല, ഹൃദയത്തിൽ നിന്നാണ് എന്ന് യേശു പഠിപ്പിക്കുന്നു. നാം പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഞാനൊന്നും തെറ്റായി ചെയ്തില്ലല്ലോ. എന്നാൽ ഈശോയുടെ ചോദ്യം വളരെ വ്യക്തിപരമാണ്. അവിടുന്ന് ചോദിക്കുന്നു, നിന്റെ ഹൃദയം എങ്ങനെയാണ്? നിന്റെ ഹൃദയത്തിൽ നീ തിന്മ വിചാരിച്ചോ? സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു, പാപം ആദ്യം ചിന്തയായി വരുന്നു, പിന്നീട് അത് ആഗ്രഹമായി മാറുന്നു, അവസാനം അത് പ്രവൃത്തിയായി പുറത്തു വരുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, ഹൃദയം ശുദ്ധമാക്കാതെ ജീവിതം ശുദ്ധമാക്കുവാൻ കഴിയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധ മത്തായി 5-ാം അധ്യായം 8-ാം വാക്യം. വിശുദ്ധിയിൽ വളരുകയെന്നത് അനുദിന യാത്രയാണ്. കുറവുകളുണ്ടാകുമ്പോൾ ദൈവകരുണയിൽ ആശ്രയിച്ച് നാം മുന്നോട്ട് പോകാൻ പരിശ്രമിക്കണം. സോഷ്യൽ മീഡിയ, സിനിമ, മൊബൈൽ, ചില ബന്ധങ്ങൾ, ഇവയൊക്കെ എൻ്റെ ഹൃദയത്തെ ശുദ്ധമാക്കുന്നുണ്ടോ? അതോ മലിനമാക്കുകയാണോ? എൻ്റെ ചിന്തകളെ ഞാൻ ദൈവസന്നിധിയിൽ നിയന്ത്രിക്കാറുണ്ടോ? പാപത്തിലേക്ക് നയിക്കുന്ന ഏതു വഴിയെയും നിശ്ചയദാർഢ്യത്തോടെ മാറ്റി നിർത്തണമെന്ന് സുവിശേഷം അടിവരയിട്ട് പറയുന്നു. വിവാഹബന്ധത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ് സുവിശേഷം നൽകുന്ന 2-ാമത്തെ ചിന്ത. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൽ വിവാഹം എന്നത് ദൈവ മനുഷ്യ ബന്ധത്തിൻ്റെ ഒരു ദൃശ്യ സൂചകം അല്ലെങ്കിൽ സാക്രമെൻ്റൽ സൈൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണമെന്ന് എഫേസൂസ് ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. വിവാഹം ഒരു ക്ഷണിക ഉടമ്പടിയല്ല, ദൈവദത്ത ഉടമ്പടിയാണ്. ദൈവം ഒന്നിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്, മത്തായി 19:6 എന്ന സുവിശേഷം ആഴത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ആധുനിക ലോകത്തിൽ ഡിസ്പോസിബിൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഉപേക്ഷിക്കാവുന്ന ബന്ധങ്ങൾ എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ക്രിസ്തു വിവാഹബന്ധത്തിൻ്റെ അവിഭാജ്യത ഊന്നി പറയുന്നു. സ്നേഹം എന്നത് വികാരം മാത്രമല്ല, അത് ത്യാഗവും വിശ്വാസ്യതയും ഉത്തരവാദിത്വവുമാണ്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ ദൈവത്തിന് ഇടമുണ്ടോ? പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടോ? തിരക്കുള്ള ജീവിതയാത്രയിൽ പരസ്പരം സംസാരിക്കാൻ, ക്ഷമിക്കാൻ, കേൾക്കാനുള്ള സമയം നമുക്കുണ്ടോ? ചിന്തിക്കുക. ഈ നോമ്പുകാലം ഒരു തിരിച്ചു നടപ്പിൻ്റെ സമയമാണ്. പ്രാർത്ഥനയിൽ, ജീവിത വിശുദ്ധിയിൽ വളരാൻ നമുക്ക് കൂടുതൽ പരിശ്രമിക്കാം. ജോയേൽ പ്രവാചകനോട് ദൈവം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ, എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്.
ഒരു ക്രിസ്തു ശിഷ്യന് ചേരാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ഹൃദയവിശുദ്ധിയോടുകൂടി ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കണ്ണുകൾ ശുദ്ധമാക്കണമേ, എൻ്റെ ചിന്തകൾ വിശുദ്ധമാക്കണമേ, എൻ്റെ ബന്ധങ്ങളെ നിൻ്റെ സ്നേഹത്തിൽ ഉറപ്പിക്കണമേ. ആമേൻ.